മസാക്കി അവന്റെ കൂട്ടുകാരനും ഒരു ദിവസം കാട്ടിലൂടെ നടന്നു പോകുമ്പോൾ ഭയങ്കരമായിട്ട് മഞ്ഞ് പെയ്യാനായിട്ട് തുടങ്ങും. മഞ്ഞിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് അവരവിടെ കണ്ടൊരു ചെറിയ വീട്ടിനകത്തേക്ക് കയറുന്ന അവിടെ വെച്ച് ഒരു മന്ത്രവാദിനിയുടെ പ്രേതം വന്ന് മസാക്കിയുടെ ഫ്രണ്ടിനെ കൊന്നു കളയും. മസാക്കിയെ കണ്ട് ആ പ്രേതം അവന്റെ ഭംഗിയിൽ മയങ്ങി പോകുന്നു. ചെറുപ്പവും സൗന്ദര്യമുള്ള അവനെ കണ്ട് അവനെ കൊല്ലാതെ വെറുതെ വിടും. പക്ഷേ ഇവിടെ നടന്നതെന്തെങ്കിലും പുറത്ത് ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവനെ കൊന്നു കളയുന്ന ഭീഷണിപ്പെടുത്തിയിട്ട് ആ പ്രേതം അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ വർഷങ്ങൾ കടന്നു പോകും. ഒരു ദിവസം മസാക്കി കാട്ടിൽ വെച്ച് ഒരു സുന്ദരിയായ പെൺകുട്ടിയെ കണ്ടുമുട്ടുകയും രണ്ടുപേരും പരസ്പരം സ്നേഹിച്ച് വിവാഹം കഴിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അവർക്ക് 3 കുഞ്ഞുങ്ങൾ ജനിക്കും. അങ്ങനെ ഒരു ദിവസം രാത്രി മസാക്കിക്ക് പെട്ടെന്ന് ആ പ്രേതത്തിനെ കുറിച്ച് ഓർമ്മ വരുന്നു. അങ്ങനെ അവനെ ഇത്രയും കാലം മനസ്സിൽ ഒളിപ്പിച്ചു വെച്ച ആ രഹസ്യം അവന്റെ ഭാര്യയോട് തുറന്നു പറയുന്നു. എന്നാൽ ഇത് കേട്ട് ആ ഭാര്യയുടെ മുഖമാകെ മാറാനായിട്ട് തുടങ്ങും. ആ മന്ത്രവാദിനിയായ പ്രേതമായിരുന്നു ഇത്രയും നാൾ വേഷം മാറിയിട്ട് അവന്റെ ഭാര്യയായിട്ട് അവന്റെ കൂടെ ജീവിച്ചിരുന്നത്. അന്ന് നടന്ന കാര്യം പുറത്ത് പറഞ്ഞത് കൊണ്ട് തന്നെ അവൾ അവനെ കൊല്ലാനായിട്ട് പോകുന്നു. പക്ഷേ അവൾക്ക് അതിന് സാധിക്കുന്നില്ല. അവരുടെ 3 മക്കളെ ഓർത്ത് ആ പ്രേതം അവനെ വെറുതെ വിടുന്നു. പക്ഷേ ഇനി ആ മക്കളെ നോക്കേണ്ടത് മസാക്കിയുടെ ഉത്തരവാദിത്തമാണെന്നും അവർ കരയാൻ ഇടയായി കഴിഞ്ഞാൽ നിന്നെ ഞാൻ കൊന്നു കളയുമെന്ന് പറഞ്ഞ് ആ പ്രേതം അവിടെ നിന്ന് ഓടിപ്പോകും.